സന്ധ്യ മയങ്ങിയിട്ടും ഹരിദാസിന്റെ വീട്ടിലെ ഉമ്മറത്ത് ദീപം തെളിഞ്ഞില്ല. പകരം അവിടെ ഉയർന്നു കേട്ടത് ഹൃദയം നുറുങ്ങുന്ന ഒരമ്മയുടെ വിലാപമാണ്. ഉമ്മറത്തെ തൂണിൽ തല ചായ്ച്ച് വിറക്കുന്ന കൈകൾ നെഞ്ചോട് ചേർത്ത് പാർവതിയമ്മ ആകെ തകർന്നിരുന്നു. ആ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ അവരുടെ കവളിലൂടെ ഒലിച്ചിറങ്ങി നിലത്ത് വീഴുന്നുണ്ട്. അയ്യോ, ഉള്ള വരുമാനവും നിലച്ചോ എൻ്റെ കൃഷ്ണ. ആ മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയതല്ലേ ആ ഒരു കട. ഇനി ആരാണ് അങ്ങേരെ ഒന്ന് തുണയ്ക്കുക? ഇനി ആരെ അങ്ങേരെ രക്ഷിക്കും? അവരുടെ ചോദ്യങ്ങൾ വായുവിൽ അലിഞ്ഞു ഇല്ലാതായി. ഒരു നിമിഷം നിർത്തി അവർ തൻ്റെ പെൺമക്കളെ നോക്കി വീണ്ടും വിതുപ്പിക്കൊണ്ട് പറഞ്ഞു പോയി, ഈ രണ്ട് പെൺകുട്ടികളെയും ഇനി എങ്ങനെയാണ് ഞാൻ മറ്റൊരാൾക്ക് കൈ പിടിച്ചു കൊടുക്കുക? സ്വന്തമായൊരു വീട് എന്ന സ്വപ്നത്തിന് വേണ്ടി ആ കടയിൽ നിന്നും കിട്ടുന്ന ഓരോ പൈസയും നുള്ളിപ്പെറുക്കി വെച്ചതായിരുന്നു എല്ലാം. എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു എൻ്റെ കൃഷ്ണ. മാളവികയും അഞ്ജലിയും തല താഴ്ത്തി നിന്നു. ഹരിദാസിനെ ഉദ്യോഗസ്ഥർ പിടിച്ചു കൊണ്ടുപോയ വിവരം അവർ പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് പാർവതിയമ്മയുടെ യാതി പറച്ചിൽ. അതൊരു നിലവിളിയായ വീടിൻ്റെ മുറ്റമാകെ പടർന്നു. പെട്ടെന്നാണ് ഉണ്ണി അമ്മയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നത്. അവൻ അവരുടെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മക്ക് അച്ഛനെ അറിയില്ലാത്തതാണോ? അച്ഛൻ ഇന്നേ വരെ വൃത്തിയില്ലാത്ത രീതിയിൽ ആ കടയിൽ നിന്ന് ഒരു പൈസയും ഉണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കുകയുമില്ല. ഇതൊക്കെ ആരോ കെട്ടിച്ചമച്ച കള്ളക്കേസുകളാണ്. അമ്മക്കറിയില്ലേ, അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. ഉണ്ണിയുടെ വാക്കുകളിൽ ഒരു തരം ദൃഢത ഉണ്ടായിരുന്നു. അവൻ പതുക്കെ അവരുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ക്രിസ്റ്റി ചേട്ടൻ അച്ഛനെ പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേ, ഒന്ന് സമാധാനപ്പെട്. ക്രിസ്റ്റി എന്ന പേര് കേട്ടതും പാർവതിയമ്മയുടെ വിലാപം പെട്ടെന്ന് നിലച്ചു. അവരുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് മകനെ ഒന്ന് സംശയത്തോടെ നോക്കി. അത് ആരാ ഉണ്ണി, ആ ക്രിസ്റ്റി എന്ന് പറയുന്നത്? അമ്മയുടെ ചോദ്യത്തിന് മറുപടി നൽകിയത് ഉണ്ണിയാണെങ്കിലും മാളവികയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അത് മാളവേച്ചിയുടെ ഓഫീസിലുള്ള ഒരാളാമ്മേ. അയാൾക്ക് നല്ല സ്വാധീനമുണ്ട്. പരിചയമുള്ള വലിയ ആളുകളൊക്കെ അയാൾ വിളിച്ചിട്ടുമുണ്ട്. മിക്കവാറും ഇപ്പോൾ അച്ഛനെ ആ ചേട്ടൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും. അമ്മ ഒന്ന് ധൈര്യമായിട്ടിരിക്കും. ഉണ്ണിയുടെ മറുപടി കേട്ടപ്പോൾ പാർവതിയമ്മയുടെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു നിന്നു. 2 ദിവസം മുൻപ് മാളവികയെ കാണാൻ വണ്ടിയിൽ വന്ന ആ അച്ഛനും അമ്മയും അത് അവൻ തന്നെയായിരിക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ആ മനസ്സിലെ നീക്കം മാറി. അത് അവൻ തന്നെയാണ്. അവരുടെ നെറ്റി ചുളിഞ്ഞു. ഒരു നിമിഷം എന്തോ ചോദിക്കാൻ തുനിഞ്ഞെങ്കിലും ഭർത്താവിൻ്റെ അവസ്ഥയോർത്തുള്ള വേവലാതിയിൽ അവർ ആ ചോദ്യം വിഴുങ്ങിപ്പോയി. എങ്കിലും ആ ഇരുട്ടിലും ഒരു ചെറിയ വിളക്കുനാദം പോലെ ക്രിസ്റ്റി എന്ന പേര് അവർക്കുള്ളിൽ ഒരു നേരിയ പ്രതീക്ഷ നൽകി. മുറ്റത്തെ തേങ്ങലുകളിൽ തട്ടി വീശുന്ന കാറ്റിനു പോലും ഇപ്പോൾ ഹരിദാസിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് മന്ത്രണം പോലെ തോന്നി. പാർവതിയമ്മ ദൂരേക്ക് നോക്കിയിരുന്നു, തൻ്റെ തുണയെയും കാത്ത്. ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലേക്ക് ഹരിദാസിനെ പിടിച്ചു തള്ളുമ്പോൾ അയാളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. വഴിയിൽ തടിച്ചുകൂടിയ നാട്ടുകാരുടെ നോട്ടത്തിൽ ഇത്രയും കാലം താൻ സമ്പാദിച്ചു വെച്ച ആദരവല്ല, മറിച്ച് അറപ്പും വെറുപ്പുമായിരുന്നു നീലിച്ചിരുന്നത്. ഓഫീസിലെ ഒരു ഇരുണ്ട മുറിയിലേക്ക് അയാളെ കൊണ്ടുപോയി ഇരുത്തി. മുന്നിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ കണ്ണുകളിൽ തീയായിരുന്നു ആ സമയം. എന്താടാ ഹരിദാസേ, നിനക്ക് കാശുണ്ടാക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ലേ? മനുഷ്യൻ്റെ വയറ്റിലേക്കല്ലടാ ഈ വിഷമെല്ലാം വിളമ്പുന്നത് നീ. ഉദ്യോഗസ്ഥർ മേശയിൽ ശക്തിയായി അടിച്ചുകൊണ്ട് ചോദിച്ചു. സാർ, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും തെറ്റ് ചെയ്തില്ല. ഹരിദാസ് വിക്കി വിക്കി പറയാൻ ശ്രമിച്ചു. ഒന്ന് നിർത്തടാ. കൂടെയുണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ അയാളുടെ മുഖത്തേക്ക് നേരെ വിരൽ ചൂണ്ടി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. 3-4 ദിവസം പഴക്കമുള്ള കട്ട്ലേറ്റും പലഹാരങ്ങളും വിൽക്കാൻ നിനക്ക് എവിടുന്ന് തോന്നി? നിന്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച 10 വയസ്സുകാരൻ ആശുപത്രിയിൽ മരണത്തോട് ഇപ്പോഴും മല്ലിട്ട് കിടക്കുകയാണ്. അവൻ്റെ അമ്മയുടെ കരച്ചിൽ നീ കേട്ടിട്ടുണ്ടോടാ? നിനക്കും വീട്ടിൽ പെൺമക്കളില്ലേടാ? അവർക്ക് ഈ വിഷമാണോ നീയും കൊടുക്കുന്നത്? ഹരിദാസിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞുപോയി. തൻ്റെ പെൺമക്കളെ കുറിച്ച് കേട്ടപ്പോൾ അയാളുടെ നിയന്ത്രണം വിട്ടു. സാർ, എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ ആ കടയിൽ വരുന്ന ഓരോരുത്തരെയും കണ്ടിട്ടുള്ളത്. ഇതുവരെ മായം ചേർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല സാർ. ഇതാരോ കള്ളക്കഥ ചമഞ്ഞു മെടഞ്ഞതാണ്. പിന്നെ എവിടുന്ന് വന്നു ഈ പഴകിയ സാധനങ്ങൾ? ഉദ്യോഗസ്ഥർ അയാളെ ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ലാഭം കൂട്ടാൻ വേണ്ടി നീ നാട്ടുകാരെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? നിന്നെ പോലെയുള്ളവർ കാരണമാണ് സാധാരണക്കാർക്ക് പുറത്തുനിന്ന് ഒരു നേരം സമാധാനമായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്. നിന്റെ ഈ വേഷം കണ്ടാൽ തോന്നും വലിയ മാന്യനാണെന്ന്.
അകത്തെല്ലാം അഴുക്കാണല്ലോടാ. ചുറ്റും നിന്നവർ ഓരോ വാക്കുകൾ കൊണ്ട് അയാളെ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. ഇത്രയും കാലം താൻ പടുത്തുയർത്തിയ അന്തസ്സും ആഭിജാത്യവും ആ 4 ചുവരുകൾക്കുള്ളിൽ തളർന്നു വീഴുകയാണ്. മറുപടി പറയാൻ വാക്കുകളില്ലാതെ കണ്ണീരോടെ അയാൾ തല താഴ്ത്തി നിന്നു. ആ നിമിഷം ശാരീരികമായ ഉപദ്രവത്തേക്കാൾ അയാളെ വേദനിപ്പിച്ചത് താൻ സ്നേഹിച്ചും സമൂഹം തന്നെ ഒരാൾ കൊലപാതകയെ പോലെ കാണുന്നു എന്ന സത്യമായിരുന്നു. സൂക്ഷിച്ചു നോക്കണ്ട, നിന്റെ ഈ നാടകം ഇവിടെ ചെലവാകില്ല. നിയമം നിനക്ക് അർഹിച്ചുള്ള ശിക്ഷ തന്നെ ഞങ്ങൾ വാങ്ങിത്തരും. ആക്രോശങ്ങൾക്കും പരിഹാസങ്ങൾക്കും നടുവിൽ താൻ ഒറ്റപ്പെട്ട തുരുത്താണെന്ന് ഹരിദാസ് തിരിച്ചറിഞ്ഞു. അയാളുടെ മനസ്സിൽ അപ്പോൾ വീട്ടിൽ തനിക്കായി കാത്തിരുന്ന പാർവതിയെയും തൻ്റെ മക്കളെയും മുഖം മാത്രമായിരുന്നു. ഫുഡ് സേഫ്റ്റി ഓഫീസിൽ ഇടുങ്ങിയ മുറിയിൽ ഒരൊറ്റ ബൾബ് മാത്രം കത്തുന്നുണ്ടായിരുന്നു. ഹരിദാസിന്റെ മുന്നിൽ ആ ഭിത്തി പോലെ നിന്നിരുന്നത് രാജൻ എന്ന ഉദ്യോഗസ്ഥനാണ്. 45 വയസ്സ് കഴിഞ്ഞിട്ടും അയാളുടെ കണ്ണുകളിൽ കടുപ്പത്തിന് ഒരു മാറ്റവുമില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ്റെ നിരപരാധിത്വം കേൾക്കാൻ രാജന് താല്പര്യവുമില്ലായിരുന്നു. ഇഷ്ടമില്ലാത്തൊരു വാക്ക് കേട്ടാൽ എതിരെയുള്ള ആരാണെന്ന് പോലും നോക്കാതെ ആക്രോശിക്കുന്ന സ്വഭാവമാണ് അയാളുടേത്. കൂടാതെ കൈപ്പറ്റിയ നോട്ടുകളുടെ ചൂട് അയാളുടെ പോക്കറ്റിലുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നീ വലിയ തത്വചിന്ത പറയണ്ട ഹരിദാസെ, രാജൻ മേശയിൽ ആഞ്ഞു തല്ലിക്കൊണ്ട് പറഞ്ഞു. കുട്ടികൾക്ക് വിഷം കൊടുത്തു കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പോൾ പുണ്യാളൻ ചമയുന്നോ നീ? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ മാന്യതയും മുഖവും ഞാൻ അടിച്ചു തകർക്കും. അല്പം അകലെ ഇരുട്ടിൽ ലയിച്ചു നിന്നുകൊണ്ട് ക്രിസ്റ്റി ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് ഒരു വന്യമായ പുഞ്ചിരി വിരിഞ്ഞു. രാജന്റെ ഓരോ ആക്രോശവും ക്രിസ്റ്റി ആസ്വദിക്കുകയാണ്. നേരത്തെ രാജന്റെ കൈകളിലേക്ക് അവൻ എത്തിച്ച നോട്ടുകെട്ടുകളുടെ ഫലം അയാൾ കൃത്യമായി പുറത്തെടുക്കുന്നുണ്ട്. സർ, ഞാൻ സത്യമാണ് പറയുന്നത്. ഹരിദാസിന്റെ വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ രാജന്റെ കൈകൾ അയാളുടെ കവളിൽ ആഞ്ഞു പതിച്ചു. 2 അടി. ഹരിദാസിന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. വേദനയേക്കാളുപരി തൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആരും ഉയർത്താത്ത കൈകൾ തൻ്റെ ദേഹത്ത് പതിച്ചതിൻ്റെ ഞെട്ടലിലായിരുന്നു അയാൾ. കുറ്റം സമ്മതിക്കുന്നുണ്ടോ അതോ അടുത്തത് വേണോ? രാജൻ പല്ലു കടിച്ചുകൊണ്ട് ചോദിച്ചു. വേദനക്കിടയിലും ഹരിദാസിന്റെ ഉള്ളിൽ ഒരു കാര്യം മാത്രം മിന്നിമറിഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് കടയിൽ വന്നവരിൽ ആ ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല എന്ന് അയാൾക്ക് ഉറപ്പാണ്. പിന്നെ എങ്ങനെ ഒരു കുട്ടി ആശുപത്രിയിലായി? തന്നെ ആരോ ബോധപൂർവം ചതിക്കാൻ തുനിഞ്ഞിരിക്കുന്നു. ഒരു വൻ ഗൂഢാലോചന തൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷെ ആര്? എന്തിന്? എത്ര ആലോചിച്ചിട്ടും ആ ചോദ്യത്തിന് മുന്നിൽ അയാൾ പകച്ചു നിന്നു. പെട്ടെന്ന് ക്രിസ്റ്റി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു വന്നു. ഹരിദാസിന്റെ തോളിൽ അവൻ ആശ്വാസമെന്നോളം കൈവച്ചു. അമ്മയെയും വീട്ടിലുള്ളവരെയും ഞാൻ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. നിങ്ങളെ ഞാൻ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറക്കും. അത് ഞാൻ വാക്കു തരുന്നതാണ്. ക്രിസ്റ്റിയുടെ വാക്കുകൾ ഒരു രക്ഷകന്റെ ഭാവമായിരുന്നു. ഹരിദാസ് നന്ദിയോടെ ക്രിസ്റ്റിയെ നോക്കി. പക്ഷെ ആ നോട്ടത്തിൽ ക്രിസ്റ്റി ഒളിപ്പിച്ചു വെച്ച ചതിക്കുഴികൾ കാണാൻ ആ പാവം മനുഷ്യന് കഴിഞ്ഞില്ല. ഒരു വശത്ത് തന്നെ തല്ലിച്ചതക്കാൻ ക്രിസ്റ്റി തന്നെ ഏർപ്പാടാക്കിയ രാജൻ, മറുഭാഗത്ത് തന്നെ രക്ഷിക്കാൻ അവതരിച്ച ദൈവത്തെ പോലെ ക്രിസ്റ്റി. ചതിയുടെ ആയം അളക്കാൻ കഴിയാതെ ഹരിദാസ് വിറക്കുന്ന കൈകളോടെ ലോക്കപ്പിന്റെ അഴിക്കുള്ളിലേക്ക് നടന്നു. പുറത്ത് ആകാശം കറുത്തു തുടങ്ങി. അയാളുടെ ജീവിതം പോലെ തന്നെ.